ഹലോ ഫ്രണ്ട്സ്, നാത്തൂൻ ടിപ്സ് ആൻഡ് സിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ഹന്നിയും ഒരു ഡൈയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ പുതിയ ഹന്നിയും ഡൈയും ഉപയോഗിച്ച് എൻ്റെ തലമുടി കണ്ട നല്ല സൂപ്പറായി നല്ല ബ്ലാക്കും നന്നായിട്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കാപ്പിപ്പൊടി ഇടണേ, നല്ല കാപ്പിപ്പൊടി ഇടണത്. അപ്പോൾ 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 2 സ്പൂണ് ചായയിൽ ഇടണേ. കരിഞ്ചീരകമാണ് എടുത്തോക്കണേ. കരിഞ്ചീരകം എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതല്ലേ. അപ്പോൾ കരിഞ്ചീരകമാണ് എടുത്തോണേ. അപ്പോൾ ഈ കരിഞ്ചീരകം ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇത് 3 കൂടി നന്നായി മിക്സാക്കി കരിഞ്ചീരകവും കാപ്പിപ്പൊടി ചായയിലും കൂടി മിക്സാക്കി നമ്മൾ നന്നായി ഒന്ന് കുറച്ച് കരിഞ്ചീരകം കാണിച്ചു തന്നിട്ട് അത് കരിഞ്ചീരകമാണെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നതാണ്. അപ്പം നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് നന്നായി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ. അടച്ചു വെച്ച് അപ്പം തന്നെ നമുക്കിത് അടുപ്പത്ത് വയ്ക്കണില്ല. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഈ കരിഞ്ചീരകം ചായയിലും കാപ്പിട്ട് നമ്മളിതൊന്ന് നന്നായി അടച്ചു വയ്ക്കും. ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കണം. ഈ അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല ഡാർക്ക് കളറായി നമ്മുടെ ഈ വെള്ളമൊക്കെ കണ്ടോ. ശരിക്കും നല്ല കടുത്ത ഡാർക്ക് കളറായി. ഇനി നമുക്കിത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ട് അത് വയ്ക്കാം. നന്നായി ഒന്ന് ഫുള്ളിൽ ഗ്യാസ് കത്തിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കാം. നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിടാം കേട്ടോ. അത് കുറേ സമയം അവിടെ കിടന്ന് വറ്റട്ടെ. നമുക്കൊരു ഗ്ലാസ് വെള്ളം ആവുന്നുണ്ടോ, അപ്പോൾ അത് വരയ്ക്കും നമുക്കത് അവിടെ കിടന്ന് പെട്ടെന്ന് ഗ്യാസ് ഓവറാക്കി ഇട്ടിട്ട് വറ്റിക്കല്ല വേണ്ടത്. സിമ്മിലിട്ടതിന് ശേഷം വറ്റിക്കണം. ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കണ്ട. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഉള്ളൂ. നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാൻ വയ്ക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് ഇത്രയും വെള്ളമാണ് നമുക്കതിന് കിട്ടി വെക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മൈലാഞ്ചിയാണ് കേട്ടോ. അതായത് നമ്മുടെ പച്ചമരുന്ന് കടയില്ലേ അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൽ കളവും ചതിവൊന്നും ഉണ്ടാവില്ല. നല്ല നേച്ചുറൽ മൈലാഞ്ചി പൊടിയാണ്. അതൊരു നല്ല 3 സ്പൂണ് 4 സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ. നമുക്കത് നമ്മുടെ തലയിൽ എത്രത്തോളം വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ടാൽ മതി. മുടി കുറവുള്ളവർക്കാണെങ്കിൽ മുടി കുറച്ചിട്ടാൽ മതി. പിന്നെ കുറച്ചെടുക്കുന്ന 3 സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ്. അതും ഞാൻ ആയുർവേദ മരുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, പച്ചമരുന്ന് ഷോപ്പിൽ നിന്ന്. അല്ലാണ്ട് ഓൺലൈനിൽ വരുത്തിയതൊന്നുമല്ല. കുറേ വിലയൊന്നും ഇല്ല അതിന്. വില നല്ല പൈസ നല്ല കുറവാണ്. അതിൽ നമുക്ക് ഇതൊന്നും കൂട്ടൊന്നും ഉണ്ടാവില്ല. നല്ല നേച്ചുറൽ പൊടിയായിരിക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ചായയും കരിഞ്ചീരകവും കാപ്പിപ്പൊടിക്ക് തിളപ്പിച്ച ആ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. നന്നായി മിക്സാക്കണം. ഈ മിക്സായതിന് ശേഷം ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാതിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ, അതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ക്ലിപ്പാണ്, നമ്മൾ ചോറൊക്കെ ഇടാനുള്ളൊരു ക്ലിപ്പ്, അത് അതിലിട്ടിട്ട് വെച്ചിട്ട് ഒരു രാത്രി നമ്മൾക്കത് അടച്ചു വയ്ക്കണം. ഒരു രാത്രി നമുക്കത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളത് തുറക്കണത് കേട്ടോ. നേരത്തൊന്നും പറയില്ല, ഒരു നൈറ്റ് ഇരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ സൗകര്യം പോലെ എടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിട്ട ആ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ തുരുമ്പ് പിടിച്ചൊരു ക്ലിപ്പാണ്, പഴയൊരു തുരുമ്പ് പിടിച്ച ക്ലിപ്പ്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് അതിൽ കിടന്നത് കണ്ട, അത് കിടക്കണ ഭാഗമൊക്കെ നല്ലൊരു കറുപ്പ് നിറയുണ്ട്, നല്ല ബ്ലാക്ക് ആയിരിക്കണണ്ട. ആ സാധനം അത് കിടന്നത് കൊണ്ടാണത് അങ്ങനെ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ ക്ലിപ്പിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ ഹെന്നേരെ കൂട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്ലിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് നന്നായി എടുത്ത് അതിലേക്ക് ഇടണം. വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതുമ്പോൾ നല്ല മാതിരി പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഹെന്നേരെ കൂട്ടിലേക്ക് ഇടണം. കണ്ട നല്ല ബ്ലാക്ക് ആയിരിക്കണേ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഹെന്ന നല്ലൊരു ബ്ലാക്ക് ആയിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ വേറൊരു പാക്ക് വേണ്ട, ഈ ഹെന്ന തന്നെ മതി. പക്ഷേ നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ഞാൻ എടുത്തിട്ടിട്ട് നന്നായി വീണ്ടും ഒന്ന് ഈ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട്
വീണ്ടും മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതേ തല നോക്കിയേ, നല്ല മാതിരി നിറച്ചിട്ടുള്ള തലയാണ് കണ്ട. പിന്നെ നമ്മുടെ ചായയിലും കാപ്പിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി നന്നായി വളരാനും തന്നെയല്ല താരം പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹെന്ന കൂട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ സമയം നമ്മുടെ തല നന്നായി കെട്ടി വയ്ക്കണം കേട്ടോ. അരമണിക്കൂറിൽ മേലെ കെട്ടി വയ്ക്കണം. ഇതിപ്പം നമ്മുടെ കഴുത്തിലോ ചെവിയിലോ ഒക്കെ ആയാലും നമുക്ക് പേടിക്കേണ്ട, മറ്റേ ഡൈ പോലെയല്ല, നമുക്ക് കഴുകിയാൽ പോകും. ഇതൊരാളെ കൊണ്ട് ഇട്ട് തരായിരിക്കും നല്ലത്, പക്ഷെ എനിക്ക് ആരും ഉണ്ടായില്ല ഇടാനായിട്ട്. അപ്പോൾ അത് കഴുകി കളഞ്ഞു. അതിന് ശേഷം നമ്മൾ ഒരു നീലമരിയുടെ കൂട്ടാണ്, പാക്കാണ് ഇനി ഇടാൻ പോകുന്നത്. അരമണിക്കൂർ ശേഷം അത് കഴുകി കളഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ നീലമരിയുടെ കൂട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ നീലമരിയുടെ പൗഡറും നമ്മുടെ മുടിക്കനുസരിച്ച് എന്തോരം നമുക്ക് നമ്മുടെ തലയിൽ മുടി ഉണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് പൗഡർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നലെ ഉണ്ടാക്കി വെച്ച ആ കട്ടൻ ചായയുടെ ബാക്കി കുറച്ചവിടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇതിലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം. നന്നായി 4 സ്പൂൺ നീലമരി പൊടി ഇട്ടിട്ട് ആ കട്ടൻ ചായയുടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അധികം സമയമൊന്നും വെക്കണ്ട കേട്ടോ. എന്നുവെച്ചാൽ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ ഈ നീലമരി പാക്ക് ഇങ്ങനെ കൂട്ടി അധികം എടുത്ത് വയ്ക്കാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കൂട്ട് നന്നായി മിക്സാക്കി തലയിൽ നിന്ന് ഒലിക്കാത്ത തരത്തിൽ നമുക്ക് ഇത് വെള്ളം അധികം വേണ്ട, നമുക്ക് നന്നായി മിക്സാക്കാം. ആവശ്യത്തിന് അധികം ഡ്രൈ ആവണ്ട, അപ്പോൾ മുടിയിൽ തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അധികം ലൂസ് ആവണ്ട. ഇനി നമുക്കിത് ഇപ്പം നമ്മുടെ മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ തന്നെ ഇങ്ങോട്ടോ തേക്കണത്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല എനിക്ക് തേച്ച് തരാനായിട്ട്. ആദ്യം അവളെ ജിബിയാണ് തേച്ച് തന്നത്, പക്ഷെ അവളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത് നന്നായി തേക്കുന്നത്. നേരത്തെ ഇട്ടേലത്തെ ഹെന്നിട്ടപ്പോൾ ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്, നന്നായി മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടി ഒന്ന് തേച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ നീലമരിയുടെ പാക്ക് ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അരമണിക്കൂറും കൂടിയോണ്ട് കുഴപ്പമില്ല, എന്നാൽ കുറയാൻ പാടില്ല ഒരിക്കലും. ഈ സമയം കൂടിയോണ്ടൊന്നും കുഴപ്പമില്ല, നമ്മുടെ സൗകര്യം അനുസരിച്ച് കുളിച്ചാൽ മതി. നമ്മൾ നേരത്തെ കുളിക്കാൻ പാടില്ല ഒരിക്കലും. തലയിലൊക്കെ നന്നായി പിടിക്കണം. അപ്പോൾ നമ്മൾ തലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തല കഴുകാം. ഇപ്പോൾ എൻ്റെ നെറ്റിമയ്ക്ക് ആയിട്ടുണ്ട് നീലമരി, അതുകൊണ്ട് പേടിക്കാനില്ല. ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തല കഴുകി. തല നല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലാക്കായി. നമ്മൾ ഞെട്ടിക്കുന്ന റിസൾട്ട് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണേ. ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലേ, ഒരു അടിപൊളി ടിപ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ നല്ല സ്മൂത്തായി നല്ല സോഫ്റ്റ് ആയ മുടി നമുക്ക് കിട്ടും. അതുപോലെ നല്ല നാച്ചുറലായ ഒരു വീഡിയോ ആണ്. അത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കിയുള്ളത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തോളോ, കമന്റ് ചെയ്തോളോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.